നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വനവും വന്യജീവി അഥവാ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പാർട്ടാണ്. അപ്പോൾ +2 ലെവൽ മെയിൻസ് എഴുതുന്നവർ ശ്രദ്ധിക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആക്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുന്ന കാര്യമാണ് എന്ത്, നമ്മുടെ നാഷണൽ പാർക്കുകൾ, ദേശീയ ഉദ്യാനങ്ങൾ, അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും അതിൻ്റെ ആക്റ്റുകളെ പറ്റിയിട്ടും ആ ഒരു പ്രത്യേകതകളെ പറ്റിയിട്ടും പിന്നെ PSC ചോദിച്ചിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിലെ നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വനവും വന്യജീവിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ കുറച്ച് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ നിയമങ്ങളുടെ വർഷങ്ങൾ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ വർഷങ്ങളിൽ നമുക്ക് ആദ്യം തുടങ്ങാം. ഒന്നാമത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. എന്താണ്? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആണ് ഇന്ത്യയിൽ ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 വരുന്നത്. ഇതാണ് ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആദ്യമായി ഇന്ത്യയിൽ ഒരു നിയമം വരുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്, അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കാണാറില്ല. രണ്ടാമത്തത് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. എന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ് ഇത് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വർഷം അങ്ങ് പറഞ്ഞു പോകാം. മൂന്നാമത്തേതാണ് ദ വാട്ടർ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974. എന്താണ്? ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974. നോട്ട് ചെയ്ത് പോവുക. പ്രോജക്റ്റ് ടൈഗർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പ്രോജക്റ്റ് ടൈഗറിൻ്റെ വർഷം 1973. പ്രോജക്റ്റ് ടൈഗർ. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഇത് ശരിക്കും ഒരു അമെൻമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 1972 അമെൻമെന്റ് ആണ് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് 1980. നെക്സ്റ്റ്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. എന്താണ്? എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 ഇത് വരുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. എന്താണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വരുന്നത്. സ്പൈസസ് ബോർഡ് ആക്ടും 1986. 1986 സ്പൈസസ് ബോർഡ് ആക്ട് വരുന്നു. നെക്സ്റ്റ്, ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992. ഫോറസ്റ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992. നെക്സ്റ്റ് ആണ് പ്രോജക്റ്റ് ടൈഗർ. അതും 1992 പ്രോജക്റ്റ് ടൈഗർ വരുന്നത്. ബയോഡൈവേഴ്സിറ്റി ആക്ട് പിന്നീട് വന്നത് 2002. ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. അതുകൊണ്ട് പ്രോജക്റ്റ് റൈനോ എന്ന് പറയുന്നത് 2011 വരുന്നത്. പ്രോജക്റ്റ് റൈനോ 2011. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചു കാണാറുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഫോറസ്റ്റ്? അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വനവും, അതായത് വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്നിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആണല്ലോ. ഫോറസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്നിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അതായത് ദേശീയ വനനയ പ്രകാരം രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണമെന്നാണ് പറയുന്നത്. എത്രയാണ്? 33% ദേശീയ വനനയ പ്രകാരം നമ്മുടെ രാജ്യത്ത് വനമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ വനത്തിന്റെ പോസിറ്റീവ് സൈഡ്സ് ഒക്കെ നമുക്കറിയാം, അല്ലേ? ഓക്സിജൻ വേണമെങ്കിൽ എല്ലാം. നമ്മുടെ കാലാവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്നത് എന്താണ്? വനനശീകരണമാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വനത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ടൊന്നും ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് പഠിക്കുന്ന എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അടിസ്ഥാനമായിട്ടുള്ള അറിവുണ്ട്. ഇനി ഇന്ത്യയുടെ മൊത്തം കരഭാഗം
കരഭാഗത്തിന്റെ 24.56% എന്താണ്? വനമാണ്. എന്താണ്? ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിന്റെ 24.56% വനമാണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മളോട് ചോദിക്കുന്ന റാങ്ക് ഫയൽസിൽ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് വനത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ചോദിക്കാം. ഒന്നാമത് നോക്കിക്കോളൂ. 42ാം അമെൻമെന്റ് പ്രകാരം 1976 42ാം അമെൻമെന്റ് അല്ലെ. 42ാം അമെൻമെന്റ് പ്രകാരം 1976 പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു റൂള് വന്നു, അല്ലെങ്കിൽ ഒരു നിയമം വന്നു. ഫോറസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റേറ്റ് ടു കൺകറന്റ് ലിസ്റ്റ് അല്ലെ. അതുവരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനെ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ക്വസ്റ്റ്യൻ വരാം ഈ മേഖലയിൽ നിന്നും. രണ്ടാമത് നോക്കുക. ആർട്ടിക്കിൾ 51A G പ്രകാരം എന്താണ്? 51 ക്യാപിറ്റൽ A ബ്രാക്കറ്റിൽ G പ്രകാരം അതായത് സബായിട്ട് വരുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതായത് നമ്മുടെ ഒരു ഡ്യൂട്ടി ആണെന്ന് തന്നെ പറയാം. എന്ത്? വൈൽഡ് ലൈഫിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്തും ഏത് സെക്ഷനകത്ത്? 51 ക്യാപിറ്റൽ A ബ്രാക്കറ്റിൽ G സെക്ഷൻ പ്രകാരം നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്ത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കടമയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കാം. ഇനി ആർട്ടിക്കിൾ 48A പ്രകാരം DPSP ആണല്ലോ 48 എന്ന് പറയുന്നത്. 48A പ്രകാരം എന്ത് പറയുന്നുണ്ട്? സ്റ്റേറ്റ് എന്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം? ഇംപ്രൂവ് ചെയ്തിരിക്കണം, പ്രൊട്ടക്ട് ചെയ്തിരിക്കണം വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും. അതുകൊണ്ട് എൻവയോൺമെന്റിനെ എന്ത് ചെയ്തിരിക്കണം? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾക്ക് കൈക്കൊള്ളണം എന്ന് DPSPക്കകത്തും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഖ്യകളുണ്ടല്ലോ. ഒന്നെന്താണ്? 42ാം അമെൻമെന്റ് പ്രകാരം വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്. വർഷം പഠിച്ചു വയ്ക്കാം. 2 ആർട്ടിക്കിൾ 51A G പ്രകാരമാണ് എന്ത് പറയുന്നത്? നമ്മുടെ കർത്തവ്യമാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്ത്? വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ആർട്ടിക്കിൾ 48A പ്രകാരം DPSPക്കകത്ത് പ്രത്യേകം പറയുന്നുണ്ട് എന്ത്? നമ്മുടെ സ്റ്റേറ്റിന് എന്തുണ്ട്? ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എന്താണ്? നമ്മുടെ ഒരു കടമയായിട്ട് കാണണം എന്നുള്ളതും നമ്മൾ ആ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ ഇംപ്രൂവ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, തെറ്റിക്കത്തില്ലല്ലോ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. 1972 പാർലമെന്റ് എന്ത് ഇനാക്ട് ചെയ്യുന്നത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ആക്ട് ഇനാക്ട് ചെയ്ത വർഷമാണ് 1972. ഇതിനകത്ത് ശരിക്കും പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് ആക്ടിനകത്ത് പ്രൊവൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് കൊണ്ടുവന്നതാണ്. സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് കൊണ്ടുവന്നത് 1972 ഈ ആക്ട് പ്രകാരമാണ്. റെഗുലേഷൻ ഫോർ ഹണ്ടിങ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് നമുക്കറിയാം. ഈ വേട്ടയാടുന്നുണ്ടല്ലോ, അത് ശിക്ഷാർഹമാക്കിയത് 1972. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ്, നാഷണൽ പാർക്കുകളും സാങ്ച്വറീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ആക്കാൻ തുടങ്ങിയത് ഈ ആക്ട് പ്രകാരമാണ്. ഈ ആക്ടിന് മുമ്പ് 5 നാഷണൽ പാർക്കുകളാണ് നമുക്കുണ്ടായിരുന്നത്. അറ്റ് പ്രസന്റ് എത്രയുണ്ട്? 101 നാഷണൽ പാർക്കാണ് ഇതുവരെ ഉള്ളത്. അപ്പം ഇതിനു മുമ്പ് അതായത് റെഗുലേഷൻസ് ഫോർ ഹണ്ടിങ് ആൻഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് പറഞ്ഞു. അതിന്റെ നെക്സ്റ്റ് ലെവലായിട്ട് ഈ ആക്ട് പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്തായിരുന്നു? നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് 5 നാഷണൽ പാർക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇതെല്ലാം പോയിന്റ്സ് ആണ്. റെഗുലേഷൻ ഫോർ ട്രേഡ് ഇൻ വൈൽഡ് ആനിമൽസ്, ആനിമൽ പ്രോഡക്റ്റ് ആൻഡ് trophies and judicially imposed penalty for violating the act. നമുക്കറിയാം പെനാൽറ്റീസ് ഇപ്പൊ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് പറഞ്ഞത്? ഇതിനെല്ലാം വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഹണ്ട് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ആക്ട് വയലേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടോ ഗവൺമെന്റ് ഒരു ഫൈൻ അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കും എന്നുള്ളതും ഈ ആക്ടിൽ എടുത്തു പറയുന്നുണ്ട്.
ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇനി എന്താണ്, ഹാവിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾ 1 ഓഫ് ദി ആക്ട് ഈസ് പ്രൊഹിബിറ്റഡ് ത്രൂ ഔട്ട് ദ ഇന്ത്യ. അതായത് ഈ ഒരു ആക്ട് പ്രകാരം ഇതിനകത്ത് കുറേ ഷെഡ്യൂൾസ് ഉണ്ട്. ആ ഷെഡ്യൂൾസിനകത്ത് ഒന്നാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടല്ലോ, വംശനാശം ഏറ്റവും കൂടുതൽ നേരിടുന്ന ആ ഒരു സ്പീഷീസിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിനെ ഹാം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ എന്താണ് ഷെഡ്യൂൾ 1 പ്രകാരം അത് വലിയ രീതിയിലുള്ള ഒരു കുറ്റമാണെന്ന് പറയുന്ന 1972 ആക്ടിലാണ്. അതുകൊണ്ട് കുറേ ഷെഡ്യൂൾസ് പറയുന്നുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എത്ര പാർക്കുകളാണ്, നാഷണൽ പാർക്കുകളാണ് 1972 മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക. ഇപ്പം എത്ര എണ്ണം ഉണ്ട് എന്ന് ഓർക്കുക. അതുപോലെ നമുക്ക് നാഷണൽ പാർക്സ് എല്ലാം കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ട്. അത് പക്ഷേ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് വെച്ചിട്ട് ഇത്രയും നാഷണൽ പാർക്ക് ഓർത്തിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് നമുക്കത് ബോർഡിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ 1972 ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ ആക്ട് പ്രകാരം ഇനി പറയാൻ പോകുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആക്ട് പ്രകാരം ഏതൊക്കെ അതോറിറ്റീസ് ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കണം. അതായത് അണ്ടർ ദ ആക്ട് ഏതൊക്കെ അതോറിറ്റീസ് ആണ് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഒന്നാമതെന്ന് നോക്കിയാൽ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് ദ ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ദ ഡയറക്ടർ. പുതിയൊരു അപ്പോയിൻമെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ആക്ട് പ്രകാരം നടപ്പിലാക്കിയത്. എന്താണ് എഴുതി വെക്കുക, സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്സ് ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ. വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഒരു ഡയറക്ടറും അതിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ദ ഓഫീസർ. അതിൽ ഡയറക്ടറെ സബോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓഫീസേഴ്സിനെയും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെയും വെച്ചു. പിടികിട്ടിയല്ലോ. രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത് ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആർക്ക് കൊടുത്തു? സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു. ഹു ഹെഡ് ദ വൈൽഡ് ലൈഫ് വിങ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഏരിയാസ് കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ഓവർ ദി പ്രൊട്ടക്റ്റഡ് ഏരിയ വിത്തിൻ ദ സ്റ്റേറ്റ്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ആക്ട് പ്രകാരം പ്രധാനമായിട്ടും 2 അപ്പോയിൻമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് എന്തിനെ അപ്പോയിന്റ് ചെയ്തു? ഒരു ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷനും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ അതിനെ സബോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തു. രണ്ടാമത് ആരെ അപ്പോയിന്റ് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് അവരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആരെ അപ്പോയിന്റ് ചെയ്യണം? ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അപ്പോയിന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ സ്റ്റേറ്റിൽ നടക്കുന്ന മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അപ്പോയിന്റ് ചെയ്യണം. ഇദ്ദേഹം പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ എല്ലാം കൺട്രോൾ വഹിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ലെവലിലും ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവണമെന്നും ഏത് ആക്ട് പറയുന്നു? 1972 ഈ ആക്ട് പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഇതൊരു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ആക്ട്. അതായത് കുറേ ബോഡീസിനെ ഈ ഒരു ആക്ട് പ്രകാരം അപ്പോയിന്റ് ചെയ്തു. ഏതൊക്കെ ബോഡീസ് ആണെന്ന് നോക്കിയേ. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. എന്താണ്? പുതിയൊരു ബോർഡ് വന്നു. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ബോഡി വന്നു. അതുപോലെ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന പുതിയൊരു സ്ഥാപനം വന്നു. അതുകൊണ്ട് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോഡി കൊണ്ടുവന്നു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോഡി കൊണ്ടുവന്നു. വൈൽഡ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന ഒരു അതോറിറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഒന്നുകൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ ആക്ട് ഓഫ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നാമത്തത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, സെൻട്രൽ സൂ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഇത്രയും ബോഡീസ് ആണ് പ്രധാനമായിട്ടും 1972 ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. പിടികിട്ടി നമ്മൾ പറയാൻ പോകുന്നത് 1980 കൺസർവേഷൻ ആക്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ പറ്റിയിട്ടാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് 1927 നമ്മൾ പറഞ്ഞു അല്ലെ. 1927 ആദ്യത്തെ ഒരു ഫോറസ്റ്റ് ആക്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് it was enacted to consolidate the law related to forest, the transit of forest producers and duty liable on timber and other forest produce. 1972 ആക്ടിന് ശേഷം ഒരു അമെൻമെന്റ് പോലെ വന്നതാണ് 1980. അതായത് ഈ പറഞ്ഞ ഫോറസ്റ്റ് ലോസ് ഒക്കെ കൊണ്ടല്ലോ എന്നെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ച്
പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 1980 ഈ ഒരു കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും തടികളെ പറ്റിയിട്ട്, ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിനെ പറ്റിയിട്ടും തടികളെ പറ്റിയിട്ടും ഒക്കെയാണ് കൂടുതൽ വന്നത്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആൻഡ് ദേ സ്റ്റാഫ് അഡ്മിനിസ്റ്റർ ദ ഫോറസ്റ്റ് ആക്ട്. ഫോറസ്റ്റ് ആക്ടിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസറും കുറച്ച് സ്റ്റാഫുകളെയും നിയമിക്കുക, അങ്ങനെയുള്ള ഒരു നിയമവും. Under the provision of this act, prior approval of the central government is required for diversion of forest land for non-forest purpose. അതായത് ഈ പ്രൊവിഷൻ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ മുന്നേ ഉള്ള ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് പറ്റത്തുള്ളൂ ഫോറസ്റ്റ് ലാൻഡിനെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഫോറസ്റ്റ് പർപ്പസ്, നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അപ്പം മോളിൽ നിന്നുള്ള ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഫോറസ്റ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും കൈകാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഒരു അഡ്വൈസറി കമ്മിറ്റിയെ വെച്ചു. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ആക്ട് അഡ്വൈസസ് ദ സെന്റർ ഓൺ ദീസ് അപ്രൂവൽ. ഒരു അഡ്വൈസറി കമ്മിറ്റിയെ വെക്കാനായിട്ട് തീരുമാനിക്കാനുള്ള ഒരു ആക്ടും 1980 കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ്. ഇനിയും പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ദ ആക്ട് ഡീൽസ് വിത്ത് ദ 4 കാറ്റഗറീസ് ഓഫ് ദ ഫോറസ്റ്റ്. 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു ഫോറസ്റ്റിനെ. ഒന്ന് റിസർവ്ഡ് ഫോറസ്റ്റ്, നമ്മളെല്ലാം കൊച്ചി ക്ലാസ് തൊട്ട് പഠിക്കുന്ന റിസർവ്ഡ് ഫോറസ്റ്റും. 2 വില്ലേജ് ഫോറസ്റ്റ്. 3 പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് പ്രൈവറ്റ് ഫോറസ്റ്റ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ഫോറസ്റ്റിനെ തിരിച്ച് ആക്ട് ചെയ്താണ് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. ഇനി എന്താണ് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സ്റ്റേറ്റ് മേ ഡിക്ലെയർ ഫോറസ്റ്റ് ലാൻഡ് ഓർ വേസ്റ്റ് ലാൻഡ് ആസ് റിസർവ്ഡ് ഫോറസ്റ്റ് ആൻഡ് മേ സെൽ ദ പ്രൊഡ്യൂസ് ഫ്രം ദീസ് ഫോറസ്റ്റ്. അതായത് ഏതെങ്കിലും ആ ഒരു സ്റ്റേറ്റിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് തീരുമാനിക്കാം അത് ഫോറസ്റ്റ് ലാൻഡ് ആണോ അല്ലയോ എന്നുള്ളത്. അവിടുത്തെ പ്രോഡക്റ്റിനെ നമുക്ക് വിൽക്കാനുള്ള അധികാരം ഉണ്ട്. എനി അൺഓതറൈസ്ഡ് ഫെല്ലിംഗ് ഓഫ് ട്രീസ്, ക്വാറിയിങ്, ഗ്രേസിംഗ് ആൻഡ് ഹണ്ടിങ് ഇൻ റിസർവ്ഡ് ഫോറസ്റ്റ് ഈസ് പണിഷബിൾ വിത്ത് എ ഫൈൻ ഓർ ഇംപ്രിസൺ ഓർ ബോത്ത്. അവിടെ കയറിയിട്ട് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ കിടക്കുന്ന തടി എടുക്കാനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എടുക്കാനോ ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് പുല്ല് മേയ്ക്കാനൊന്നും ഒന്നും ഒക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൈൻ അടിക്കുന്നതായിരിക്കും. ഇനി വില്ലേജ് ഫോറസ്റ്റ് പറഞ്ഞത് എന്താണ്? റിസർവ്ഡ് ഫോറസ്റ്റ് അസൈൻ ടു എ വില്ലേജ് കമ്മ്യൂണിറ്റി ആർ കോൾഡ് വില്ലേജ് ഫോറസ്റ്റ്. അപ്പം പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പല സ്ഥലങ്ങളിലും നാഷണൽ പാർക്കുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ എന്താണ്, ആ ഒത്തിരി ഏരിയയിലോട്ട് നമുക്ക് കടന്നു കയറാനോ ഒന്നും ഒക്കത്തില്ല. അങ്ങനെയുള്ളതാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന്. കടക്കാൻ പറ്റും, പക്ഷെ അവിടെ കയറിയിട്ട് അനധികൃതമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. 4ആയിട്ട് തരം തിരിച്ച ആക്ട് ഏതാണ്? 1980 ആണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും ഇൻഡെപ്ത് ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത്രയും നിങ്ങളൊന്ന് നോക്കണ്ട. ജസ്റ്റ് ആ ഒരു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരിക, 4ആയിട്ട് മാറ്റിയ അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റിയെ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഫോറസ്റ്റ് ലോസിനെ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ആക്ട് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ 1980 ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ പറയാം. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. എന്താണ്? ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യയുടെ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള 2ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2 പ്രദേശാണ്. ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശ്, 2ാമത് അരുണാചൽ പ്രദേശ് ആണ്. ഏറ്റവും കുറവുള്ളത് ഹരിയാനയിലാണ്. ഏറ്റവും കുറവ് ഫോറസ്റ്റ് ഉള്ളത് ഹരിയാനയിലാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം, ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. തെറ്റിക്കരുത്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളതും ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനമുള്ളതും ഹരിയാനയിലാണ്. ഓക്കെ ആണല്ലോ. 2ാമത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ കുറവുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും കുറവ് വനമുള്ളത് ചണ്ഡീഗഡിലാണ്. കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡിലാണ് ഏറ്റവും കുറവ് വനമുള്ളത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ജമ്മു കാശ്മീരിലും. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് ലക്ഷദ്വീപിലാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലാണ്. അതെല്ലാവർക്കും അറിയാം അല്ലേ? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലും. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യയിൽ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ FSI എന്ന് വേണമെങ്കിലും ചോദിക്കാം.
FSI റിപ്പോർട്ട് പ്രകാരം ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയത്, അതായത് FSI റിപ്പോർട്ട് ഓരോ വർഷവും വെക്കാറുണ്ട്, അത് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയത് 1987 മുതലാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന സംരക്ഷിത പ്രദേശങ്ങളെ ദേശീയോദ്യാനങ്ങൾ എന്നാണ് പറയുന്നത്. നാഷണൽ പാർക്ക് എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക്, ബയോഡൈവേഴ്സിറ്റിക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന സംരക്ഷിത അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് നാഷണൽ പാർക്കുകൾ. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിൽ. ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ളതും മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. നമുക്കതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കാം. ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ ഏറ്റവും കുറവ് നമ്മുടെ ശതമാനാടിസ്ഥാനത്തിൽ പഞ്ചാബിലാണ് വനത്തിൻ്റെ ഏറ്റവും കുറവ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ദേശീയോദ്യാനങ്ങളൊന്നുമില്ലാത്ത, നാഷണൽ പാർക്കുകളൊന്നും ഇല്ലാത്തതും പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ആൻഡമാൻ നിക്കോബാറിലെ സൗത്ത് ബട്ടൺ ദ്വീപ് ദേശീയോദ്യാനമാണ്. അപ്പം വനം വന്യജീവി സംരക്ഷണത്തിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ആക്ടുകൾക്ക് നമുക്ക് വേണ്ട പോയിന്റ്സുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഇത് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, അതുപോലെ തന്നെ ബേർഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതെല്ലാം കൂടെ തീരുമ്പോഴേ നമ്മുടെ ഈ ഒരു പാർട്ട് തീരത്തുള്ളൂ. അപ്പം ദേശീയോദ്യാനം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് തന്നെ പഠിക്കാം. ഇന്ത്യയിലെ മൊത്തം നമ്മുടെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസും ബയോസ്ഫിയർ റിസർവ്സുകളും എല്ലാം ട്രിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ബോർഡിൽ പഠിപ്പിച്ചു തരാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ആക്ടുകളെ പറ്റിയിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.